കോൺഗ്രസ് ഈ പ്രശ്നം ഉന്നയിച്ച സമയത്തുണ്ടായിരുന്ന ആ ഒരു ചൂട് ഇപ്പൊ ഉണ്ടോ സംശയമുണ്ട് അവർക്ക്. കാരണം ഒരു ഫ്രെയിമിൽ തന്നെ ഈ ഗോവർദ്ധന്റെയും കോറ്റിയുടെയും ഒക്കെ വന്നപ്പോ അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോയതായിട്ട്. ഈ അടിയന്തര പ്രമേയം ഇന്നലെ വന്ന സമയത്ത് ശ്രീ രാജേഷ് ചോദിച്ചു, ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി അപ്പൊ മൂത്രം ഒഴിക്കാൻ പോയെന്നാ ഞാൻ കേട്ടത്. കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഇതിനൊരു ഉത്തരം ആവശ്യമാണ്. അവര് പറയണത് ഞങ്ങൾക്ക് ഇപ്പൊ വരാം, ഞങ്ങൾക്ക് അടിയന്തര പ്രമേയം ഒന്നുമില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ അടിയന്തര പ്രമേയം ഭയക്കുന്നുള്ളതാണ്. രാജേഷ് വെല്ലുവിളിച്ചല്ലോ, രാജേഷ് നിയമസഭയിൽ വെല്ലുവിളിച്ചു. നിങ്ങൾ മാത്രമല്ല ഇത് കാപട്യമാണ്. കോൺഗ്രസ് ഒരേ സമയത്ത് ഒരു കാലുകൊണ്ട് വട്ടവും വരയ്ക്കും, ഒരു കാലുകൊണ്ട് ചതുരവും വരയ്ക്കും. ഫലത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് ഇതിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. കോൺഗ്രസിന്റെ നയം അങ്ങനെയാണ്. കോൺഗ്രസ് ഒരു കാലം കൊണ്ട് വട്ടം വരയ്ക്കും, ഒരു കാലം കൊണ്ട് ചതുരം വരയ്ക്കും ഒരേ സമയത്ത്. കോൺഗ്രസിന് ഒരു നയം അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് അവസാനം ഇവർ ഇത് എവിടെ ഞങ്ങൾക്കൊരാഗ്രഹമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഗവൺമെന്റ് വീണ്ടും തുടർന്ന് അധികാരത്തിൽ വരണം. അങ്ങനെ വന്നാൽ മാത്രമാണ് ഈ കേസ് തെളിയുള്ളൂ. കാരണം കോൺഗ്രസ് പിന്നോട്ട് പോകും. ഇദ്ദേഹം പറഞ്ഞപ്പോ കോൺഗ്രസിന്റെ ചതുരവും വട്ടവും ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവസാനം പറഞ്ഞ പിണറായി തന്നെ വീണ്ടും പറയണമെന്ന്. അപ്പൊ ഉദ്ദേശം മനസ്സിലായില്ല എന്താണ് നടക്കൂല. അപ്പൊ ഇത് ഇപ്പൊ ഇവർക്കെല്ലാം CPM-മാർക്ക് ഒറ്റ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഞങ്ങൾ സമരം ചെയ്യുന്നു, ഞങ്ങൾ സ്വർണ്ണക്കൊള്ള പിടിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് സഹകരിക്കുന്നില്ലെന്നാണ്. ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിയമസഭയിൽ ഈ കേസ് കത്തിക്കാളി നിന്നപ്പോ കൊടുത്തിരുന്നു. സംഭവിച്ചിട്ടില്ല. അംഗീകരിച്ചില്ല. അത് അംഗീകരിച്ചില്ല. തമിഴ്നാട് നിയമസഭയല്ല, കേരള നിയമസഭ അല്ല കേരള നിയമസഭ ക്ലിപ്പ് കാണിച്ചത് ഉത്തരം വേണോ? കേരള നിയമസഭയിൽ 25 വർഷം ഇരുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം ശബരിമല വിഷയത്തിൽ കൊടുത്തിരുന്നു. അത് സർക്കാർ അംഗീകരിച്ചില്ല. ഇപ്പൊ എന്താ പ്രശ്നം? തമിഴ്നാട് നിയമസഭ മന്ത്രി പറയാതെ ഇങ്ങനെ പച്ചയായി കള്ളം പറയാം. ഞങ്ങൾ ടെലിവിഷൻ മണിക്കൂറുകളും ഓരോ സംഭവവികാസങ്ങളും നോക്കിക്കൊണ്ടായിരിക്കും. സഹോദര അയ്യപ്പന്റെ ഓരോ സംഭവവികാസങ്ങളും അയ്യപ്പന്റെ കോപം വരുന്നത് സോണിയാ പോയി.